നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ഞായറാഴ്ച ദുഃഖത്തിൻ്റെ ഞായർ കൂടിയാണ്. ഏറ്റവും ഒടുവിൽ 10 മാസം പ്രായമുള്ള ആ കുഞ്ഞ് തൻ്റെ പിതാവിനെ മാതാവിനെ വിട്ടു പിരിയുമ്പോൾ 4 കുരുന്നുകൾക്ക് കൂടിയാണ് പുതുജീവൻ ഏകുന്നത്. ആ കുഞ്ഞ് നമ്മെ വിട്ടു പിരിയുമ്പോൾ അവസാനമായി കുഞ്ഞിൻ്റെ മുത്തച്ഛൻ പറഞ്ഞ വാക്കുകൾ അത് ഹൃദയത്തിൽ കൊള്ളുകയാണ്. ദൈവം തന്നു, ദൈവം ഉപയോഗിച്ചു, ദൈവം എടുത്തു. ദൈവം ഈ ഭൂമിയിലേക്ക് അവളെ പറഞ്ഞു വിട്ടത് ഒരു പക്ഷേ ഈ 4 കുരുന്നുകൾക്ക് പുതുജീവൻ നൽകാൻ വേണ്ടിയിട്ടായിരിക്കും. ആ കൃത്യമായി നിർവഹിച്ചു. അവൾ നമ്മിൽ നിന്നും വിട പറയുന്നു. 4 കുരുന്നുകൾക്ക് പുതുജീവനേകി കുഞ്ഞുമാലാഖ ആലിൻ ഷെറിൻ എബ്രഹാം നാടിൻ്റെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങി മടങ്ങി. അവയവദാന ചരിത്രത്തിൽ തന്നെ പുതുചരിത്രം രചിച്ച 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് നാടൊന്നിച്ച് വിട നൽകിയത്. നെടുങ്ങാട് പള്ളി സെന്റ് തോമസ് CSI പള്ളിയിലായിരുന്നു സംസ്കാരം. മസ്തിഷ്ക മരണശേഷം അവയവദാനത്തിലൂടെ 4 പേർക്ക് പുതുജീവൻ നൽകിയ കുഞ്ഞുമകൾ ആലിനെ ഒരു നോക്കു കാണാൻ ജനസാഗരമാണ് മല്ലപ്പള്ളിയിലെ നെടുങ്ങാട്ടുപള്ളി എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് ഞായറാഴ്ച ഒഴുകിയെത്തിയത്. ആശുപത്രിയിലും ആലിന്റെ വീട്ടിലും പള്ളിയിലുമായാണ് പൊതുദർശനമുണ്ടായിരുന്നത്. രാവിലെ 8 മണിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ അന്ത്യോപചാരം അർപ്പിച്ചു. തുടർന്ന് മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോയി. പള്ളിയിലും പൊതുദർശനത്തിന് സൗകര്യം ഉണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി വീണ ജോർജ് തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും പള്ളിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. മന്ത്രിമാരായ സജി ചെറിയാൻ, VN വാസവൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. വിശ്വമാനവികതയുടെ ഉദാത്തമായ മാതൃകയാണ് കുടുംബം കാണിച്ചതെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. അവയവദാനത്തിൽ രാജ്യത്ത് തന്നെ മാതൃകയാണ് ആലിനെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ആലിന് അന്തിമോപചാരം അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലിന്റെ അച്ഛനും അമ്മയ്ക്കും സല്യൂട്ട് എന്ന് കമലഹാസൻ MPയും പറഞ്ഞു. ആലിൻ ഷെറിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി കേരളത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു. ഇക്കൂട്ടത്തിൽ ആലിന്റെ അവയവങ്ങൾ സ്വീകരിച്ച കുഞ്ഞുങ്ങളുടെ ബന്ധുക്കളും ഉണ്ടായിരുന്നു. ആലിന്റെ കരൾ സ്വീകരിച്ച തിരുവനന്തപുരം സ്വദേശി ശ്രേയയുടെ മുത്തച്ഛൻ ചന്ദ്രൻ കണ്ണീരോടെയാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. തങ്ങളുടെ കൊച്ചുമകൾക്ക് ജീവിതം തിരിച്ചു നൽകിയ മാലാഖ കുഞ്ഞിനെ അവരുടെ കുടുംബത്തെയും കാണാൻ വേണ്ടി മാത്രമാണ് വന്നതെന്ന് ചന്ദ്രൻ വികാരാധീനനായി പറയുകയായിരുന്നു. സത്യത്തിൽ ആ വാക്കുകൾ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണും അറിയാതെ നിറഞ്ഞു പോവുകയാണ്. ആലിനെ അവസാനമായി ഒന്ന് കാണണമെന്ന് ഉണ്ടായിരുന്നു. അവൾ കാരണമാണ് എൻ്റെ കൊച്ചുമകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അവളുടെ കുടുംബാംഗങ്ങളെ കണ്ട് നന്ദി പറയണമെന്ന് ഉണ്ടായിരുന്നു. ആലിൻ്റെ അപ്പൂപ്പനെ കണ്ടു, നന്ദി പറഞ്ഞു. മാലാഖയെ കണ്ടു. എൻ്റെ കൊച്ചുമകൾക്ക് പുതുജീവൻ കിട്ടിയത് ആ കുഞ്ഞ് നിമിത്തമാണ്. പക്ഷെ അവളുടെ കുടുംബത്തിൻ്റെ വേദനയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയില്ല. ഇടറിയ വാക്കുകളായിരുന്നു അദ്ദേഹം പറഞ്ഞത്. വൈകിട്ട് 3:30 ശേഷം പള്ളിയിൽ ശുശ്രൂഷകൾ ആരംഭിച്ചു. തുടർന്ന് വൈകിട്ട് 5 മണിയോടെ ജില്ലാ ഭരണകൂടത്തിൽ ചുമതലയിൽ പ്രത്യേക പോലീസ് സേന ആലിൻ ഷെറിനെ ആദരവ് അർപ്പിച്ചു. ബിഗ് സല്യൂട്ട് അടക്കമുള്ള പോലീസ് ബഹുമതികളോടുകൂടിയായിരുന്നു സംസ്കാരം. നെടുങ്ങാട്ടുപള്ളി വാലുമണ്ണിൽ അരുൺ എബ്രഹാമിന്റെയും ഷെറിൻ ആൻ ജോണിന്റെയും മകൾ. 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ മസ്തിഷ്ക മരണത്തെ തുടർന്നാണ് മാതാപിതാക്കൾ കുഞ്ഞിന്റെ അവയവദാനം നടത്തിയത്. ഫെബ്രുവരി 5-ന് മാതാപിതാക്കളോടൊപ്പം കാറിൽ സഞ്ചരിക്കുമ്പോൾ MC റോഡിൽ പള്ളം ബോർമ കവലയിൽ എതിർ ദിശയിൽ നിന്നെത്തിയ വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽപ്പെട്ട ദിവസങ്ങളോളം ചികിത്സയിലായിരുന്നു ആലിൻ. വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി ഡോക്ടർമാർ കുഞ്ഞിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. ഇതോടെയാണ് മാതാപിതാക്കളായ അരുൺ എബ്രഹാമും ഷെറിൻ ആൻ ജോണിയും അവയവദാനത്തിന് തീരുമാനം നൽകിയത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് 10 മാസം പ്രായമുള്ള ഈ കുരുന്ന്. ആലിന്റെ വൃക്കകളും കരളും ഹൃദയവാൽവും 4 കുട്ടികൾക്കാണ് പുതുജീവനേകിയത്. ഇതിൽ 2 പേർ അവയവങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ്. വാൽവ് SITU ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. കൃത്യമായ സ്വീകർത്താവിന് ലഭിച്ചാൽ അവ നൽകുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ആലിൻ ചികിത്സയിലിരുന്ന അമൃത ആശുപത്രി തന്നെയാണ് നേതൃപടലം സൂക്ഷിക്കുന്നത്. ഇത് 2 പേർക്കായി നൽകാനാണ് തീരുമാനം.